BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നാട്ടിലേക്ക് പോയി കാത്തിരുന്ന തിരികെ എത്തിയ അതിഥി തൊഴിലാളികൾ ചോദിക്കുന്ന കൂലി കേട്ടാൽ ഞെട്ടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുള്ളത്. തിരികെ എത്തിയ അതിഥി തൊഴിലാളികൾ ചോദിക്കുന്നത് കൂടുതൽ കൂലിയാണ്. ദിവസക്കൂലിക്ക് 1000 രൂപയ്ക്ക് മുകളിൽ ചോദിക്കാൻ തുടങ്ങിയതോടെ കേരളത്തിലെ ഹോട്ടലുകളും നിർമ്മാണ മേഖലയിലും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ചോദിക്കുന്ന കൂലി കൊടുത്തില്ലെങ്കിൽ തൊഴിലാളികൾ വേറെ ഇടത്തേക്ക് പോകുമെന്ന ആശങ്കയും ഇവർക്കുണ്ട്. ഏറ്റെടുത്ത ജോലികൾ തീർക്കാതെ വേറെ നിവൃത്തിയില്ലാതെ വലയുകയാണ് ചെറുകിട ഹോട്ടലുകളും നിർമ്മാണ കരാറുകാരും. കേരളത്തിലെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ബംഗാളിൽ നിന്ന് 42%, അസം, തമിഴ്നാട് 20% വീതം, ഒഡീഷ 12% എന്നിവിടങ്ങളിൽ നിന്നാണ് ഭൂരിപക്ഷം അതിഥി തൊഴിലാളികളും എത്തുന്നത്. ബാക്കിയുള്ളവർ UP, ബീഹാർ, ജാർഖണ്ഡ്, മണിപ്പൂർ, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ്. ബംഗാളികളേറെയും നിർമ്മാണ മേഖലയിലാണെങ്കിലും എല്ലാ തൊഴിലും അവർ പോകുന്നുണ്ട്. മുർഷിദാബാദിൽ നിന്നുള്ളവരാണ് ഇവരിൽ 75% പേരും. ഹോട്ടലുകളിൽ ബംഗാൾ, ഒഡീഷ, അസം തൊഴിലാളികളാണ് ഏറെയും. തെരഞ്ഞെടുപ്പ്, പെരുന്നാൾ തുടങ്ങിയവയ്ക്കായി നാട്ടിലേക്ക് പോയതിന്റെ ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ തിരികെ എത്തിയിട്ടുള്ളത്. നിർമ്മാണ മേഖലയിൽ മേസ്തിരിക്ക് 1000 രൂപയും സഹായിക്ക് 900 രൂപയുമായിരുന്നു. ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പെരുമ്പാവൂർ മേഖലയിൽ ഈയിടെ മേസ്തിരിക്ക് പ്രതിദിനം 1100 രൂപയും സഹായിക്ക് 900 രൂപയെന്ന രീതിയിൽ കൂലി പുനഃക്രമീകരിച്ചിട്ടുണ്ടാവും. പക്ഷേ ജില്ലയിൽ വർധനവ് ഇതിനപ്പുറവും കടന്ന അവസ്ഥയിലാണ്. മേസ്തിരിക്ക് 1500 രൂപയും സഹായിക്ക് 1300 രൂപയും വേണമെന്ന നിലപാടിലാണ് തൊഴിലാളികൾ. തിരക്കുള്ള ഒരു ഹോട്ടലിൽ കുറഞ്ഞത് 5 അതിഥി തൊഴിലാളികളെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്. ഹോട്ടലുകളിൽ ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ തങ്ങൾക്കും കൂലി വർധന വേണമെന്ന ആവശ്യമാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. തൊഴിലാളി ക്ഷാമം, വിലക്കയറ്റം എന്നിവ രൂക്ഷമായ സാഹചര്യത്തിൽ താങ്ങാനാവാത്ത കൂലി കൂടി ചോദിക്കുമ്പോൾ പ്രതിസന്ധിയിൽ ആഴം വർദ്ധിക്കുകയാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നു. നിർമ്മാണ മേഖലയുടെ സ്ഥിതിയും ഏതാണ്ട് ഇതുപോലെയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ കൂലി കൂടുതൽ ചോദിക്കാൻ തുടങ്ങിയതോടെ നിർമ്മാണം തുടങ്ങി വെച്ച കെട്ടിടങ്ങളുടെ പണി പോലും പൂർത്തിയാക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് കോൺട്രാക്ടർമാർ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.